എടാ ഒന്ന് ബ്രീഫ് എന്താ സംഭവിക്കാൻ പോകുന്ന എന്താ ചെയ്യണ്ടേ ഒന്ന് ബ്രീഫ് തരണേ. അല്ല നമ്മളിവിടെ നമ്മളിറങ്ങുമ്പോ ഇറങ്ങുക ഗണ്ണെടുക്കുക അടിക്കുക, വേറെ ഒന്നുമില്ല. ഓപ്പോസിറ്റ് ഉള്ള ആൾക്കാരെ ജയിച്ചിന്റെ കളർ ഒരു വയലറ്റ് ആക്കാം. വയലറ്റ് ഉള്ള ആൾക്കാരെ മാത്രം അടിക്കുക. ഓക്കെ, വയലറ്റ് അവിടെ കണ്ടാലും അടിക്കണം, അത്രല്ലേ ഉള്ളൂ. നമ്മള് മറ്റേ എന്തായാലും നമുക്ക് പറ്റത്തില്ല, നമുക്ക് വേറെ സ്പോട്ടിൽ പോകേണ്ടി വരുവേ. രാജീവ് നമ്മളെ മറ്റേ മല പോവാം. ഈ മലയാ ടോപ്പ് മല, മറ്റേ ബീച്ചിന്റെ ഓപ്പൺ മല. ഓപ്പൺ മലയിൽ കാണൂടാ, അവിടെയും കാണും. നീക്ക് എന്റെ കൂടെ വന്നെ. ഞാൻ നോക്കിട്ട് അല്ലേ രാജീവ് നോക്കണോ? നമ്മൾ ആരുമായിട്ടാണ് മാറ്, ഏത് ഗ്യാങ്ങായിട്ട് മാറ്? BC സെറ്റ് അല്ലേ, അത് ഓൾറെഡി അടിച്ച ഗ്യാങ്ങല്ലേ, ഒരു പ്രാവശ്യം നമ്മൾ അവരെ അടിച്ചല്ലേ, അപ്പൊ കുഴപ്പമില്ലല്ലോ. അപ്പൊ ഇത് ഈസി അല്ലേ? പിന്നെ ഇതൊക്കെ അഡ്വാൻറ്റേജിനനുസരിച്ചാ മനസ്സിലായി. പൂച്ച. എടാ മെൽവിന, എടാ ജാസി മമ്മ ആരെല്ലാം ഉണ്ട് അവിടെ? എടാ പൂച്ച കയറിയടാ അവിടെ. പിങ്ങാട്ട് എടുക്കണ്ട രാജുവേ. എടാ പൂച്ച അതിനടുത്ത് കറിവെക്കാനല്ല, അതിനടുത്ത് ടീമിനെ ഞാൻ കണ്ടു. എടുത്തിട്ട് അവിടെ എന്നിട്ട് തിന്നാൻ കൊടുത്തു നോക്ക്. ഉണ്ട് ടോട്ടൽ ടീം ഉണ്ട്. തിന്നാൻ കൊടുക്ക്, അത് നിൽക്കും. പൂച്ച ചോക്ലേറ്റ് ഉണ്ടോ? കത്തണ്. തക്കാളി ഒന്നും തോന്നൂല. എന്താ അല്ല, അത് TV ആണല്ലോ. നോക്ക്, ഫ്രിഡ്ജിൽ തന്നെ എടുത്തു കൊടുക്കുക. അതിനെവിടെ നിർത്തിക്ക, അതിനെ പോവാൻ വിടല്ല. എവിടെ എവിടെ രാത്രി ആകുമ്പോ ഭയങ്കര ഇരുട്ടായ, എനിക്ക് ഇരുട്ടായ. അപ്പൊ ബെറ്റർ ഗ്രാഫിക്സ് കിട്ടും. എടാ നമുക്ക് മലന്ന് കുറച്ച് സൈഡിലോട്ട് മാറുമല്ലോ. ഇതിപ്പോ നമ്മുടെ വണ്ടി മാത്രമല്ല, വേറെ വണ്ടി നമുക്ക് 7 to 8 ആ ഭാഗത്ത് പിടിച്ചാലോ, സമാധാനമായിട്ട് അടി ഉണ്ടാക്കാലോ. ഇവിടെ കിടന്ന് വെറുതെ റേഡിയോയില് 26 പേരുണ്ടോ? ആ 25 കിക്ക് മമ്മൂന്ന് പൂച്ച കളിക്കുന്ന ഇപ്പൊ മാത്തും. ആ പാല് കൊടുക്കടാ, പാല് കൊടുക്ക. എടാ നിന്റെ പാലല്ല, ഫ്രിഡ്ജിൽ പാലുണ്ടാ, കൊടുക്ക്. നീ എന്തിനാ മുകളിൽ കൊണ്ടുപോകുന്നത്? റൂമിൽ എന്തിനാ കൊണ്ടുപോകുന്നത്? താഴെ കൊണ്ടുപോവാ. എന്തിനാ ഇങ്ങോട്ടോ ഇങ്ങോട്ടോ? അവരെ വെച്ച് നോക്കുമ്പോഴേ നമുക്ക് ഇറങ്ങി അടിച്ചാലേ ഫോക്കസ് പറഞ്ഞാൽ ഞാൻ എന്നോട് പറയുന്നുണ്ടല്ലേ ഞാൻ ചെയ്യണ്ടോ. മാന്തു വെയിറ്റ് ആക്ക്, പാല് കൊടുക്കാം. നമ്മളാള് കത്തിയ വരണ്ട്. 5 minutes ഉണ്ടല്ലോ. എടാ ക്യാമ്പേന്ന് അടിച്ചാലോ? ഞാൻ ഇറങ്ങാൻ പറഞ്ഞ ഒറ്റ ഇറങ്ങിക്കോളണം കേട്ടല്ലോ. അവന്മാരിങ്ങോട്ട് വരികയാണെങ്കിൽ അവന്മാര് പാണ്ടി കുത്ത് ട്രൈ ചെയ്യാൻ ചാൻസ്. അപ്പൊ ഇറങ്ങാൻ പറഞ്ഞ ഒറ്റ കുത്തി. കഴിഞ്ഞ പ്രാവശ്യം നല്ല ക്യാമ്പ് ചെയ്യാൻ പറ്റുമോ? ഇറങ്ങിയ പിന്നെ ഫുൾ അടിയാ. ക്യാമ്പ് ചെയ്യുന്ന നടക്കൂല. അടിക്കാതെ അതൊക്കെ ചോയ്സാ. പക്ഷെ ആരും ടീമിലാണ് കൊടുത്തത് എനിക്ക് അറിഞ്ഞൂടെ. എടാ ആരെ കമന്റ് കേൾക്കേണ്ടത്? രാജുഭായിന്റെ കമന്റ് അല്ലേ? IGL രാജുഭായി അല്ലേ?
കറക്റ്റ് ആവുമ്പോ 25 പേര് സിറ്റിക്കകത്തുണ്ട്. എങ്ങനെ രാജുഭായി ആ ഓക്കെ അടി തുടങ്ങിയാ പിന്നെ റേഡിയോയില് പറയും പോലെ കോൺസെപ്റ്റ് റെഡി 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 റെഡി. എടാ വണ്ടി അടിച്ച് കൊന്നാളല്ലേ അവൻ തിരിച്ചു വരുമ്പോ ലോഡാവോ കയറി വരുമ്പോ തന്നെ നീ വണ്ടി അടിച്ച് കൊല്ലല്ല ക്വസ്റ്റ്യൻ മാർക്കിൽ അവൻ വരുമ്പോ നീ അടിച്ച് കൊല്ലാതിരിക്കുക. മമ്മു പൂച്ചന പള്ളി ചേഞ്ച് ഗ്രാഫിക്സ് ഏതാണ്ട് ഏതാ എന്നാലും വേറെ കിടക്കത്തില്ല. ബെറ്റർ ഗ്രാഫിക്സ് ഇടുമ്പോ ഭയങ്കര ഇരുട്ട്. കുഴപ്പമില്ല. കൊള്ളാല്ലേ അല്ല ഈ ഏരിയ ലീവ് ആഫ്റ്റർ മീറ്റിംഗ് ഭൂമി. ആ ഭൂമിനെ കണ്ടിട്ട് നമുക്ക് ഇറങ്ങാം ജിടി ഒന്ന്. അത് കഴിഞ്ഞ് പബ്ജി കളിക്കാം. നമുക്ക് ഭൂമിനെ കാണാം. എന്തായാലും ഇറങ്ങണോ ഇറങ്ങണോ ഇറങ്ങണോ? അല്ല ഹോട്ട് ബാറിലല്ലേ നോക്കിയാ മതി. ടാബ് ഒന്ന് നോക്കിക്ക. അല്ലല്ല അതെല്ലാം എനിക്ക് ഓക്കെയാ അതെല്ലാം എനിക്ക് ഓക്കെയാ അതെല്ലാം എനിക്ക് ഓക്കെയാ. ഒരു വെടി വെച്ചിട്ട് റീലോഡ് ചെയ്തതാണെങ്കിൽ അതെന്തിനാ അത് ഫുള്ള് റീലോഡിലാണോ അറിയില്ല. അത് ഒന്ന് റീലോഡ് ചെയ്തപ്പോ ഒരു വെടി വെച്ചിട്ട് സോറി 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 സോറി. ഇതിലല്ലേ വണ്ടി നോക്കിയല്ല വണ്ടി നോക്കിയല്ല. പർപ്പിള് പർപ്പിള് വയലറ്റ് 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 ഇവരല്ലാതെ ഇവരല്ലാതെ രാജുഭായി പറയാതെ വണ്ടി ഇറങ്ങരുത്. ഇല്ല 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 ഞാൻ പറഞ്ഞാല് ഇറങ്ങണേ പറയണ. രാജുഭായി ഒരു കോൾ എടുക്കണേ. അമ്പാൻ ഒരു കോൾ കൊടുക്കണേ. എടാ എന്നെ നോക്കണ്ട നിങ്ങള് വാറിന് കോൺസെൻട്രേറ്റ് ചെയ്യാട്ടോ. അവന്മാര് മറ്റേ മല പോയി ഊമ്പിക്കോളാൻ പറ അവന്മാരുടെ എന്നിട്ട് വാറിനടക്കൊരു ബിരിയാണി ഒന്നും പറ്റുമോ എനിക്ക് അറിയില്ല. പക്ഷെ ഹെൽത്ത് കുറവാ. ഇറങ്ങട്ടെ അതുപോലെ 25 എന്റെ വണ്ടിയിൽ രാജുഭായില്ലേ? ഈ വണ്ടി റെഡിയാ. ഇത് ടെൻഷനാന്നല്ലേ ഇത്? രാജുഭായി എനിക്ക് നല്ല ടെൻഷൻ ഉണ്ട്. എന്തിന് ഒരു ടെൻഷൻ വേണ്ട. രണ്ട് ചീത്തയൊക്കെ വിളിച്ചിരുന്നു. അല്ല നിങ്ങളെ കാര്യത്തിൽ എനിക്ക് കോൺഫിഡൻസ് ഉണ്ട്. പക്ഷെ ഞാൻ ഗൺ പവർ വാറല്ലേ ഒരു ഗ്രനേഡ് കിട്ടിയ എനിക്കൊന്ന് കോൺഫിഡൻസ് കിട്ടിയത്. അതൊന്നും ഇല്ല. ഗ്രനേഡ് വണ്ടി അടിച്ച് കൊല്ലാൻ പറ്റൂല. പണ്ട് സ്നൈപ്പർ ഉണ്ടായിരുന്നു. ഓ സ്നൈപ്പർ ഉണ്ടെങ്കിൽ പൊളിക്കാട്ടാ. സ്നൈപ്പർ കിട്ടോ? സ്നൈപ്പർ കിങ് ആണ് ഇന്ത്യയിലെ. പക്ഷെ ഇതില് മൗസ് വെച്ച സ്നൈപ്പർ കുറച്ച് അതെ അതെ ആള് 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 ഇതെന്താ സൈറാക്സ് ഒന്ന് BC സെറ്റ് എന്ന് പറഞ്ഞു. അവരിറങ്ങി ഞാൻ ഇറങ്ങേണ്ട ടൈം പറയണേ രാജുഭായ്. ടോപ്പിലോട്ട് നമ്മള്
വാല് പഴം വെച്ചോണ്ടിരിക്കണം. അടിച്ച് വായ കൊടുറ ഒന്ന് അവിടെ ഫുള്ള് ക്ലിയർ ആയി. അവിടെ ഫുള്ളും ക്ലിയർ ആയി. അവിടെ കളിച്ചാൽ നിങ്ങൾക്ക് ഇവിടെ ഇറങ്ങിക്കാം. ഞാൻ കവറേട്ടെ റൈറ്റ് കയറി നമ്മളെ ടീമാ നമ്മളെ ടീമാണോ? ആടാ എടാ സത്യം പറഞ്ഞാൽ എനിക്ക് മനസ്സിലായി. എനിക്ക് കളർ മനസ്സിലായില്ല. ഈ ഗ്രാഫിക്സ് ഫുള്ളി ഇരുട്ടായിട്ടില്ലേ? എങ്ങനെ കാണാൻ പറ്റും? ഇതെങ്ങനെ കളി എങ്ങനെ കാണാം? ആരാ ഇതാക്കുന്നേ? രാജുഭായിൻ്റെ നോക്കാം. രാജുഭായി ആരാ? ഗൺ പവറിൽ ആരാ? പ്രണവല്ലേ? പ്രണവ്. പ്രണവിൻ്റെ ഇതെന്താ? പ്രണവ് ഇവരെന്താ എന്നെ സ്പെക്ട് ചെയ്യുന്നത്? പ്രണവ് ഇതെന്താ? MRG പ്രണവ് ഇതെന്താ? ഇവന്താ എന്നെ സ്പെക്ട് ചെയ്യുന്നത്? വേറെ ആരാണുള്ളത്? ഫാൽക്കൺ അല്ല, രാജുഭായി എടുക്കാം. രാജുഭായി എന്തായമോ? രാജുഭായി ലൈവില്ല. എടാ ആരതാ? ഷെയ്ക്ക്. ഷെയ്ക്കിന് പക്ഷെ ഗൺ പവർ ഉണ്ടോ? ഗൺ പവർ ഉള്ള ഒരു പ്ലെയറിന്റെ ഇത് പറ. ഓക്കെ ഷെയ്ക്ക് ഇതാടാ ഡൗൺ ആയി. എടാ അടുത്ത നമ്മളെ പ്ലെയർ ബുൾ ഓപ്പി. എമർജി ബുൾ ഓപ്പി. ഓക്കെ നോക്കട്ടെ. ചെക്കൻ്റെ കളി കാണാം. അടിച്ചോ? എല്ലാത്തിനും അടിച്ചോ? എന്റെ മോനെ This is MRC, ladies and gentlemen. എനക്ക് കളിക്കാറില്ല, ശരിയാ, എനക്ക് കളിക്കാറില്ല. പക്ഷെ കളിക്കാറില്ല പിള്ളേരെ നമ്മൾ വാങ്ങി വെച്ചിട്ടുണ്ട്. മനസ്സിലാ? കളിക്കാറില്ല പിള്ളേരെ നമ്മൾ ഇറക്കിയിട്ടുണ്ട്. ശരിയാ, എനിക്ക് ഗൺ പവറില്ല. ഞാൻ ചത്തുപോയി. ഇടടാ തീയും പുകയും ചാറ്റിൽ പോരട്ടെ. തീയും പുകയും അല്ല പിന്നെ ചേക്കൻ പൊളിച്ചേട്ടാ. കാര്യം പറയാനാ. ആരൊക്കെയാ ഓൺലൈനിലുള്ള? ആരൊക്കെയാ? രാജുഭായി കാണുന്നുണ്ടല്ലോ ഇതില്. ചാവാണ്ടിക്കുന്ന ആരൊക്കെയാ? ബുള്ളല്ലാണ്ട് വേറെ ആരൊക്കെയാ ചാവാണ്ടിക്കുന്ന? നോ ഫാൽക്കൺ വിത്ത്. അവിടെ ഫാൽക്കൺ പോലും ഇല്ലാണ്ട് നമ്മള് ജയിച്ചല്ലേ? ഫാൽക്കണല്ലേ നമ്മള് മെയിൻ ഗൺ പവർ. ഇല്ലാണ്ട് എങ്ങനെ ജയിച്ച്? 12 ലെഫ്റ്റ്. ആരാ? വേറൊരാളെ പേര് പറ. മാക്കിന്റെ നോക്കാം. മാക്കിന് ഗൺ പവർ അത്യാവശ്യം ഉണ്ടല്ലേ? നീ കൊറേ കിടത്തോന്ന് അറിയാ. കിടത്തോന്ന് എനിക്ക് കിട്ടി. വലിയ താളാവാനും കിട്ടി. എന്റെ അടുത്തുണ്ട്. എന്തേലും ലൈവ് പോയാ? നീ കൊറേ കിടത്തോ. ലീഡർ എന്താക്കുന്നത്? ലീഡർ ലൈവില്ലേ? ഷമീർ ലൈവില്ലേ?
അപ്പൊ കൊറേ ആള് മരിച്ചിട്ടുണ്ടല്ലോ, അപ്പൊ പിന്നെ കുഴപ്പമൊന്നുമില്ല. ഞാൻ മാത്രല്ല, ഇതങ്ങനെ എപ്പോ നമുക്ക് പറ്റില്ലടാ അങ്ങനെയുള്ള കുറെ സംഭവം. പക്ഷെ ജയിച്ച് മാസം അടിക്കടാ. പക്ഷെ നമ്മളെ ടീം ജയിച്ചില്ലേ? ഇവരെന്തെങ്കിലും സാഡായിട്ടിരിക്കുന്നത്. ഇവനോട് വേറെ ആരുള്ള വേറെ ആരല്ലേ ഉള്ളേ? വേറെ അടിച്ചത് എന്താടാ, ഞാൻ എന്തോരം അടിച്ച് എല്ലാം കൂട്ടിട്ട് കത്തിക്കാൻ ബുള്ള് ഒപ്പം റീവാച്ച്. ബുള്ള് ഭയങ്കര പ്ലെയറാന്ന് തോന്നല്ലേ? ബുള്ള് സെയിം പ്ലെയർ ആണെന്നല്ലേ? ഓന്റെ കളി എങ്ങനെ എത്രാമത്തെ മിനിറ്റിലാ? ബുള്ളെന്താ പറയുന്നത്? പരിപാടി വേറെ വല്ലതും ഉണ്ടോ? എന്താ പരിപാടി? ബ്രോ, ഞാൻ അത്രയും സാഡായിട്ട് ചുറ്റിൽ കയറിയത്. പക്ഷെ ഇത് സീൻ ദിവസമായിട്ട് അവിടെ കത്തിക്ക, എല്ലാത്തിനും കത്തിക്ക്. എന്താ പരിപാടി? വാർവല്ലോ ഉണ്ടോ? ഇവ അടിക്കുന്നത് അങ്ങനെ കാണാൻ പറ്റും. സോളോ ആണോ? ഹലോ, സോളോ ആണോ? അങ്ങനെ വെക്കുന്ന ഞാനാടാ ബുള്ളോപ്പിയെ. ഇതെന്താ പരിപാടി? പൊങ്ങിട്ട് വേറെ വല്ലതും ഉണ്ടോ? അതവർക്ക് ശരി വന്ന ചോദിക്കുന്ന നോക്കിയ എന്താ പരിപാടി? പൊങ്ങിട്ട് വേറെ വല്ലതും ഉണ്ടോ? എന്താ പരിപാടി? ഇവ അടിക്കുന്നതുണ്ടോ? ആ ഇവിടെ ഇറങ്ങിയടി. എടാ, പക്ഷെ ഇതില്ലേ കാണുമ്പോ അവര് സെയിം മഞ്ഞ ഡ്രസ് പോലെ ഇല്ലേ? പർപ്പിളാന്ന് മനസ്സിലാവുന്നില്ലല്ലോ. നേരത്തെ എനിക്ക് മനസ്സിലായില്ല കേട്ടാ. നേരത്തെ ഇത് എന്റെ ടീമാണോ അതോ അപ്പുറത്തെ ടീമാണോ മനസ്സിലാവുന്നില്ല. ഒരേപോലെ ദൂരത്ത് കാണുമ്പോ ഒരേ ഡ്രസ് പോലെ ഉണ്ടാ. ഇതെങ്ങനെ ഇവർക്ക് മനസ്സിലാവുന്നത്? ഇതൊന്ന് പഠിക്കണം കേട്ടോ. ഇത് എങ്ങനെയാ അടിക്കുന്നത്? ഓക്കെ, റീലോഡ് ചെയ്യുന്നു, അടിച്ചോണ്ട് ലെഫ്റ്റ് റൈറ്റ് നടക്കുന്നല്ലേ? അപ്പൊ മറ്റേ സ്പേസ് ഇവ ഞെക്കുന്നില്ല കേട്ടാ. ഇവ ഇങ്ങനെ കറങ്ങുന്നില്ല. ഓക്കെ, ഓ നൈസ് നൈസ് നൈസ്. ഓ എന്താലേ എന്ത്? ആ വണ്ടി നമ്മളാന്ന്. അല്ലാണ് പാരക്കാണ് ആദമിലായൊരു മലക്കാണ്. മലാണ് പല്ലോളാണ് വായോളാണ് ദുബായില്. ഓക്കെ, അത് നമ്മളെ വണ്ടിയല്ലേ? ഞാൻ ഗെയിമിൽ കയറിയിട്ട് യാത്ര പറഞ്ഞിറങ്ങട്ടെ. ഹലോ 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 ഗൈസ് 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 ഗൈസ്. എടാ ഞാൻ പോവാട്ടെ, ഞാൻ പോവാ. വേറെ എന്തെങ്കിലും പരിപാടി ഉണ്ടാവും? Battery hit 85%. ഞാൻ റേഡിയോ കയറട്ടെ. മീറ്റിംഗ് ഉണ്ടോ? ആ മീറ്റിംഗ് കൂടി കഴിഞ്ഞിട്ട് പോവാം. പറഞ്ഞാൽ ഞാൻ എടുത്ത് 1:30 6 മണിക്കാണ് എടുക്കാം. 1:30 കഴിഞ്ഞിട്ട് നമ്മൾ അച്ചപ്പിയെ 2 മണിക്ക് അടിച്ച് തീർക്കാന്ന് പറഞ്ഞാൽ. എടാ റേഡിയോ ഒന്ന് ഓഫാക്കിയാ.
ഓട്ടോ പെട്ടെന്ന് ഓട്ടോ പെട്ടെന്ന് ഓട്ടോ. റേഡിയോ ഓഫ് ആക്കടാ, റേഡിയോ ഓഫ് റേഡിയോ അങ്ങനെ ഓഫാക്കാനാ? ക്യൂ ഞെക്കിപ്പിടിച്ചിട്ട് താഴേക്ക് മൗസ് വലിക്ക്. മാക്കെന്തേ ഹലോ റേഡിയോ ഓഫാക്കാനാ? എന്താ പറയുന്നത്? ഓക്കെ ഓക്കെ. ഇങ്ങനെയല്ലേ പഠിക്കുന്ന വെൽ പ്ലെയർ താങ്ക്യൂടാ. എടാ വണ്ടിയില് ഷെമീർ ഉണ്ടോ അതോ റേഡിയോയിലാണോ? ആരൊക്കെയുള്ള വണ്ടിയില്? ഷെമീർ, ഷെയ്ക്ക്, പിന്നെ എടാ ആരാ ഓടിക്കുന്നേ? എടാ ക്യൂ ഞെക്കി പിടിച്ചിട്ടേ ആ റേഡിയോ ഒന്ന് ഓഫാക്ക്. ആ ഓക്കെ. ആ റേഡിയോ ആണോ പറയുന്നത്? ഞാൻ മറ്റേ റേഡിയോ ആണ് കൂടിയില്ല. സ്റ്റാഫ്സ് ഇല്ലതില് ഞാനുണ്ട്. പറയണ്ടേ? ഞാൻ പറഞ്ഞു കേട്ടില്ല. അപ്പൊ ഞാനുണ്ട്. അത് ശരിയല്ല. അല്ല നമ്മളിപ്പോ എന്തിന്റെ മീറ്റിങ്ങിനാ പോകുന്നടാ? ഗ്യാങ് ഹൗസിലുണ്ടോ? അതാ വരുന്നത്. വാർ ഡിക്ലെയർ. ഇപ്പൊ നമ്മള് പ്രീ വാർ കഴിഞ്ഞില്ലേ? പ്രീവാർ നമ്മള് ജയിച്ചില്ലേ? ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ഇനി വാർ എപ്പോഴാ? കേറ് ഞാൻ പറഞ്ഞുതരാം. ഞാൻ ബി ബി ഇറങ്ങണോ ഞാന്? അമ്മമാർക്ക് ചില്ലറ കടിയല്ലായിരുന്നല്ലോ. ചില്ലറ കടി. അല്ലടാ ഞാൻ ചോദിക്കുന്നത് ഇവരെന്തിനാ ഇവരെ നമ്മള് 2 ദിവസം മുന്നേ അടിച്ചതല്ലേ, പിന്നെ രണ്ടാമത് എന്തിനാ ഇവര് വാറിന് വന്നേ? എന്റെ അടുത്ത് മുട്ടൻ പോണ സമ്മതിക്കുന്നില്ല. അവനൊന്നും പറ്റുന്നില്ല. അവന്റെയൊക്കെ വിചാരം എന്ന് പറഞ്ഞാൽ പണ്ടത്തെ മേക്ക ഇതെന്നാ. പേരിനെത്തി അക്ഷരം വന്ന് അറിഞ്ഞില്ല അവന്മാര്. അതിന്റെ പവർ എന്താ അറിഞ്ഞില്ല. പണ്ടത്തെ ബാക്കിന്റെ കഥയിലും പറയാനും കൊറേ പറയാണ്ട് കേട്ടോ. ഓക്കെ, പണ്ടത്തെ ബാക്കിന്റെ ഒരു കഥ ഞാൻ പറഞ്ഞ. പണ്ട് ഞാനും ബാക്ക് ഈജിപ്തിൽ പോയി. ബാക്കിന് ഭയങ്കര ആഗ്രഹം. നിർത്തടാ. അയ്യോ ഞാൻ വന്നില്ല മീറ്റിംഗില്. ഇല്ല പോ ഞാനൊന്നും പറയുന്നില്ല. കാമറ ബെല്ലി ഡാൻസ് ഒന്നുകൂടെ പോണ്ടേ? 10,000 ഗിരി. ഒന്നുകൂടെ ഈജിപ്തിൽ പോണ്ടേ? ഒന്നുകൂടെ വിളിച്ചടാ പോണം. മറ്റാള് വിളിച്ച് ആഫീസ് ഓഫീസിലെ വിളിച്ചാ. ഈജിപ്തിൽ പോണ ഞാനും വരും. പ്ലേസ് അല്ലടാ വരെ. പിന്നെ ഭൂമി എടാ ഷെയ്ക്ക് മീറ്റിംഗ് കഴിഞ്ഞിട്ടേ എനിക്ക് ഭൂമിനോട് 2-3 കാര്യങ്ങൾ ചോദിച്ചറിയാണ്ട്. അത് കഴിഞ്ഞിട്ട് താരനെയും കാണണം. ഞാൻ നിങ്ങളോട് 2 പേരോട് ഞാൻ ഒരു കാര്യം പറഞ്ഞു. ഈ നായിന്റെ മോൻ ഒടുക്കത്തെ റിസ്സാണ്. ഇവനെ കൊണ്ട് പെമ്പിള്ളാട് സംസാരിപ്പിക്കരുത്. ആരാ? പ്രശ്നം ഞാനോ? ഇല്ല ഞാൻ സിറ്റിയില് ഞാൻ വേണം. തൊപ്പി ഒരു മിനിറ്റ്. നമ്മളിപ്പളേ ഇവിടെ മീറ്റിംഗ് ഏരിയ ആണ്. ഇത് നമ്മള് പ്രീ വാർ ജയിച്ചില്ലേ? അപ്പം ഓര് തോറ്റല്ലോ. അപ്പൊ ഓര് വാർ വിളിക്കാൻ വേണ്ടി വന്നതാ. അപ്പം ഇവിടെ എന്തിന്റെ സിറ്റുവേഷന്റെ പേരിലാണ് ഇത് എടുത്തത് ഓരോട് ചോദിക്കണം. ഇപ്പം ലീഡർ ടാഗ് ഇപ്പം കറന്റ് അല്ല ഞാൻ എനിക്ക് ഇതിന്റെ കാര്യങ്ങളോ ഡീറ്റെയിൽസ് അറിയില്ല. ഷെമീറിനെ സംസാരിക്കണം, ലീഡറിനെ സംസാരിക്കണം. പിന്നെ കുറച്ച് കളിയാക്കലൊക്കെ കളിയാക്കിക്കോ. കുഴപ്പമൊന്നുമില്ല. കുറച്ച് കളിയാക്കലൊക്കെ. എടാ ഞാൻ സംസാരിച്ചാ ഞാൻ എന്തെങ്കിലും പറഞ്ഞു നിങ്ങൾക്ക് പ്രശ്നമായി, ബാനായി, ഫുൾ പ്രശ്നം. എടാ ബാങ്ക് കിട്ടുക വെറുതെ. ഇതെന്താ പ്രതിമയോ? ഹലോ കേക്കോ? ഹായ് ബ്രോ, ഞാൻ ലീഡർ. ഹായ് ബ്രോ. റെസ്പെക്ട്. ജംഷി, അതിന്റെ പേര് ഷമീർ. നമ്മള് നേരത്തെ മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാര്യങ്ങളൊക്കെ നമ്മള് പറഞ്ഞതാ. ബ്രോക്ക് എന്താ പറയാനുള്ളത്? നമ്മളൊരു സിറ്റുവേഷൻ ആയിരുന്നു. സിറ്റുവേഷന്റെ പേരിൽ നമുക്കൊരു പ്രീവാർ പൊട്ടിച്ചു. പ്രീവാറിൽ നമ്മൾ ഡൗൺ ആയി. അപ്പൊ അതിന്റെ പേരിൽ നമുക്ക് ഈ സിറ്റുവേഷൻ ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഒരു 5 മിനിറ്റ് വാർ വിളിക്കാം. 1:30 ഇന്ന് അക്സെപ്റ്റ് ചെയ്താൽ ഇന്ന് വാർ വിളിക്കാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഇന്ന് കളിക്കാൻ പറ്റത്തില്ല. നിങ്ങള് തോറ്റല്ലേ? കണ്ടില്ലേ? കണ്ടു. അല്ല തോൽവി ജയത്തിന്റെ മുന്നോടിയാന്നല്ലോ. അതത്രേ ഉള്ളൂ. എങ്ങനെ?
അല്ല ഇൻസൾട്ടിങ് ഒന്നല്ല ഇൻസൾട്ട് അല്ല ഓരോ തോൽവിയും ജയത്തിന്റെ മുന്നോടിയല്ല മറ്റേ ഇതാന്ന് പടിയാന്ന് മറ്റേ സ്റ്റെപ്പാന്ന്. പക്ഷെ നിങ്ങള് സ്റ്റെപ്പ് കയറി കയറി നിങ്ങൾ ഇപ്പൊ അടുത്തെന്ന് പറയാൻ പറ്റില്ല. ഇൻസൾട്ട് ആണെന്ന് തോന്നിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെ തോന്നിട്ടൊന്നുമില്ല ബ്രോ. ജംഷി ബ്രോ ഇത് ആക്ച്വലി ഇത് ബി സി സെറ്റിനായിട്ട് ഉള്ളതല്ല. ഞങ്ങൾക്ക് ആക്ച്വലി ഡ്രൈക്കിന് വേണ്ടി 5 മിനിറ്റ് അല്ലേ ഉള്ളൂ. നമുക്ക് തുടങ്ങാം റെഡി ആയിക്കോളൂ. ആകെ 5 മിനിറ്റ് അല്ലേ നമുക്ക് ഇത് കഴിഞ്ഞിട്ട് ഇത് കഴിയുമ്പോഴേക്ക് ഇവര് ഈ പരാജയത്തിന്റെ സ്റ്റെപ്പ് കയറി കയറി അങ്ങ് ബുർജ് ഖലീഫിന്റെ ഹൈറ്റിലെത്തും. കാണാൻ വരാം. ഓക്കെ അല്ല ജംഷി ബ്രോ ഞാൻ ഒന്നും പറഞ്ഞതല്ല. ഡബ്ല്യു ലീഡർ അത്രേ ഉള്ളൂ. അല്ല വണ്ടി മാറി ഞാൻ ശരിക്കും ഞാൻ അപ്പുറത്താ. പറഞ്ഞോ. ഓക്കെ